ഞാനും എൻ്റെ ഇത്താത്താടെ മോനും കൂടെയും എങ്ങോട്ടാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോണതാണ്. അവൻ എന്നോട് രാവിലെ പറഞ്ഞു എനിക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി തരുമെന്ന് വെച്ചു. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സമയമില്ല. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്, പിന്നെ ഉച്ചക്ക് ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചിക്കൻ കട അടച്ചിട്ടേക്കണേണ്, എന്താണെന്നറിയില്ല. അപ്പോൾ കുറച്ച് നടക്കണം ചിക്കൻ സെൻറ്ററിലേക്ക്. അപ്പോൾ ഇത്താത്താടെ മോനും ഞാനും കൂടെയും സംസാരിച്ചൊക്കെയാണ് നടന്നു പോണത്. ഹൈസിനെ കൊണ്ടുപോയില്ല. ഹൈസിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കടയിലൊക്കെ കയറണം. പിന്നെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാനും വയ്യ ഹൈസിനെ. അപ്പോൾ ഞാനും ഇത്താത്താടെ മോനും കൂടെയും തമാശയൊക്കെ പറഞ്ഞ് റോട്ടിൽ കൂടെ നടന്നു പോവാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു നേരം പോക്ക് ആയിക്കോട്ടെ എന്നിട്ടാണ് ഞാൻ അവനെയും കൂടെയും വിളിച്ചത്. അപ്പോൾ ഇന്ന് അവന് സ്കൂളില്ല. അപ്പോൾ അതേ ചിക്കനൊക്കെ വാങ്ങിയതേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പോയപ്പോഴും ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ. അപ്പോൾ ഇന്നലത്തെ പപ്പായ ജ്യൂസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ പപ്പായ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മിനിയാന്നാൾ എന്തോ വെച്ച സാമ്പാറായിരുന്നു. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തീരില്ല. അപ്പോൾ അതേ ദോശയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ അതും കഴിച്ചിട്ട് വേണം എനിക്ക് വേറെ പണിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള പണിയിലാണ്. രാവിലെ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാമെന്ന് കരുതി. വേഗം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വേഗം ഫുഡ് കഴിക്കാമെന്ന് കരുതി. കാരണം വേറെ പണിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫോൺ നോക്കുക, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പണി എന്ന് പറയാനായിട്ട്. പിന്നെ പുറത്ത് അങ്ങനെ എവിടെയും കറങ്ങാൻ പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെയില്ല. ആളുണ്ടെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയേനെ. പിന്നെ ഇത്താത്തയും ജോലിക്ക് പോകണേ, ഇത്താത്താടെ മോന് സ്കൂളിൽ പോകും. ഇന്നിപ്പോൾ അവന് സ്കൂളിൽ എന്തോ പരിപാടി ആയതുകൊണ്ട് ഇന്നിപ്പോൾ സ്കൂളില്ല. ഹൈസിൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഹൈസിന് എനിക്ക് നല്ലപോലെ ഹെൽപ്പൊക്കെ ചെയ്യൂട്ടാ. ഇപ്പോൾ അടിച്ചുവാരിയും ചൂലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ചൂലൊക്കെ എടുത്ത് അടിച്ചൊക്കെ വരണ പോലെയൊക്കെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യണം അതുപോലെയൊക്കെ അവൻ ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. നമ്മൾ എന്ത് ചെയ്താലും അതവൻ അതേപോലെ തന്നെ അനുകരിക്കും. അപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് സവോളയൊക്കെ കട്ട് ചെയ്യണതാണ്. അപ്പോൾ പിന്നെ പപ്പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പിത്താത്താടെ മോനും ഹൈസിനും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിക്കുകയും ചെയ്യും. പിന്നെ അകത്തൊക്കെ അത് പൊടിച്ചിടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളിവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് വെക്കാറുള്ളത്. പിന്നെ ചിക്കൻ കറി പിന്നെ എല്ലാ വീട്ടിലും എപ്പോഴും വെക്കണമല്ലേ. പ്രത്യേകിച്ച് എന്തൊക്കെ ചേർത്തെന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ ഞാൻ ഇന്നത്തെ ചിക്കൻ കറി വളരെ സിമ്പിളായിട്ടാണ് വെച്ചത്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല പൗഡറും പിന്നെ ഗരം മസാലയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. വെറുതെ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ഞാൻ അങ്ങനെ ചേർത്തില്ല. കാരണം ചെറിയൊരു കുഞ്ഞു കോഴിയാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്ത്. ഇതാണ് ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.